ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഡേ 5-ൽ ഗംഭീര ഫൈറ്റ് ബാക്ക് ഇന്ത്യൻ ബാറ്റേഴ്സ് കാഴ്ചവെച്ചതോടെ മത്സരം സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. രാഹുൽ 90-ന് പുറത്തായപ്പോൾ ഗിൽ, ജഡേജ, സുന്ദർ എന്നിവർ സെഞ്ചുറി നേടി തിളങ്ങി. മത്സരത്തിൽ ഏറ്റവും ഡ്രാമാറ്റിക് ആയത് സ്റ്റോക്സിന്റെ ചൈൽഡിഷ് ആയ ബിഹേവിയർ ആയിരുന്നു. 14 ഓവർ ബാക്കി നിൽക്കെ ഗെയിം ഡ്രോ ആക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കൈകൊടുക്കാൻ സ്റ്റോക്സ് ഡ്രിങ്ക്സ് ബ്രേക്കിന്റെ സമയത്തെത്തിയിരുന്നു. എന്നാൽ സെഞ്ചുറിക്ക് അരികിൽ നിന്ന് ജഡേജയും സുന്ദറും കൈകൊടുക്കാൻ വിസമ്മതിച്ച് സെഞ്ചുറിക്ക് വേണ്ടി കളിക്കുകയാണ് ചെയ്തത്. ഇത് സ്റ്റോക്സിനെയും ഇംഗ്ലീഷ് താരങ്ങളെയും ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആക്കിയിരുന്നു. 0-2 കിടന്ന ഇന്ത്യയെ പെട്ടെന്ന് ഓൾ ഔട്ട് ആക്കി വിജയിക്കാമെന്ന ഹോപ്പ് നടക്കാതെ പോയതിന്റെ ഫ്രസ്ട്രേഷനും താരങ്ങൾക്കിടയിൽ പ്രകടമായിരുന്നു. എങ്കിലും ഇത്ര ആനിമേറ്റഡ് ആകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മത്സരം കണ്ടപ്പോൾ തോന്നിയത്. നോർമലി ഇംഗ്ലണ്ടിനുള്ള ആ ക്രൈ ബേബി സ്വഭാവം തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റിയത്. അടുത്ത ടെസ്റ്റിന് വേണ്ടിയുള്ള സ്ക്വാഡ് നോക്കിയാൽ പന്ത് റൂൾഡ് ഔട്ട് ആയിരിക്കുമ്പോൾ എൻ ജഗദീശനാണ് റീപ്ലേസ്മെന്റായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിന് മുന്നേ പരിക്കുണ്ടായിരുന്ന ഫാസ്റ്റ് ബോളേഴ്സ് എല്ലാം ഫിറ്റാണ് എന്ന് ഗംഭീർ ഇന്നലെ മത്സരശേഷം പറഞ്ഞിരുന്നു. ബുംറ അടുത്ത മാച്ച് കളിക്കാനുള്ള വലിയ സാധ്യത കാണുന്നില്ല. അടുത്ത അപ്ഡേറ്റ് നിതീഷ് കുമാറിന്റെ ടീമായി ബന്ധപ്പെട്ടതാണ്. താരം വരുന്ന ലേലത്തിന് മുന്നേ ഹൈദരാബാദിന്റെ ടീം വിടും എന്നൊരു റൂമർ പുറത്തുണ്ടായിരുന്നു. എന്നാൽ താരം തന്നെ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു. സോ നിതീഷ് ഹൈദരാബാദിനൊപ്പം തന്നെ തുടരും.